നമസ്കാരം. ലേൺ അറ്റ് ഹോം പ്ലസിൻ്റെ അടുത്ത വീഡിയോ ലേണിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഡാനിയൽ സെല്ലിൽ തുടങ്ങി നേഴ്സ്റ്റ് ഇക്വേഷൻ വരെയുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞു. എല്ലാ കേസിലും നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തിട്ടുള്ളത് ഡാനിയൽ സെല്ലാണ്. ഡാനിയൽ സെല്ലിൻ്റെ മാക്സിമം തിയററ്റിക്കൽ വോൾട്ടേജ് അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ 1.1 വോൾട്ട് ആണെന്നും നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ള ഒരു ഡാനിയൽ സെല്ലിലേക്ക് ഒപ്പോസിംഗ് ആയിട്ട് ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിലുള്ള ഇലക്ട്രോൺ ഫ്ലോയുടെ ഡയറക്ഷന് എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടോ? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ when an opposing external voltage is connected to it? What is meant by an opposing external voltage? ഡാനിയൽ സെല്ലിൽ നിങ്ങൾക്കറിയാം ഇലക്ട്രോൺസ് ഫ്ലോ സിങ്കിൽ നിന്ന് കോപ്പറിലേക്കാണെന്നും കറണ്ട് ഫ്ലോ കോപ്പറിൽ നിന്ന് സിങ്കിലേക്കാണെന്നും. ഡാനിയൽ സെല്ലിൻ്റെ നെഗറ്റീവിലേക്ക് ഈ എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സിൻ്റെ നെഗറ്റീവും ഡാനിയൽ സെല്ലിൻ്റെ പോസിറ്റീവിലേക്ക് എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സിൻ്റെ പോസിറ്റീവും കണക്ട് ചെയ്താൽ രണ്ടിൻ്റെയും ഇലക്ട്രോൺ ഫ്ലോയുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് ഒരു ഡാനിയൽ സെല്ലാണ്. ഈ ഡാനിയൽ സെല്ലിൽ സിങ്ക് സൾഫേറ്റും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെയും കോൺസെൻട്രേഷൻ 1 മോളാർ ആണ്. ടെമ്പറേച്ചർ 298 കെൽവിനാണ്. അങ്ങനെയാകുമ്പോൾ ഈ ഡാനിയൽ സെല്ലിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം വോൾട്ടേജ് ഓർ EMF 1.1 വോൾട്ട് ആയിരിക്കും. അങ്ങനെയുള്ള ആ ഡാനിയൽ സെല്ലിലേക്ക് എക്സ്റ്റേണലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആ വോൾട്ടേജ് 1.1 വോൾട്ടിനേക്കാൾ കുറവാണ്. അങ്ങനെയാവുമ്പോൾ എഫക്റ്റീവ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 1.1 മൈനസ് വോൾട്ടേജ് ഓഫ് ദി എക്സ്റ്റേണൽ സോഴ്സ് ആയിരിക്കും. ഇതെല്ലായ്പ്പോഴും 1.1നേക്കാൾ കുറവായിരിക്കും. എന്നിരുന്നാലും ഈ ഡാനിയൽ സെൽ ഈ സമയത്തും ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലായിട്ട് തന്നെ ആക്ട് ചെയ്യും. വോൾട്ടേജ് കുറഞ്ഞാലും ഇതിന് ഇലക്ട്രോ കെമിക്കൽ സെല്ലായിട്ട് തന്നെ ആക്ട് ചെയ്യാനുള്ള കഴിവ് ഇപ്പോഴും ഉണ്ട്. ഇലക്ട്രോൺ ഫ്ലോയുടെ ഡയറക്ഷൻ സിങ്കിൽ നിന്ന് കോപ്പറിലേക്കും കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ കോപ്പറിൽ നിന്ന് സിങ്കിലേക്കും തന്നെ ആയിരിക്കും. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ആണെങ്കിൽ സിങ്ക് Zn2+ ആയി ഡിസോൾവ് ചെയ്ത് സൊല്യൂഷനിൽ പ്രവേശിക്കുന്നു. കാത്തോഡിൽ Cu2+ ഡെപ്പോസിറ്റ് ചെയ്ത് Cu ആയിട്ട് മാറുന്നു. ഈ എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സ് നമ്മൾ വർദ്ധിപ്പിച്ച് ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോൾ ഇതിലൂടെ ഇലക്ട്രോൺസും ഒഴുകില്ല, കറണ്ടും ഉണ്ടാകുന്നില്ല. എന്തായിരിക്കും അതിന് കാരണം? ഈ എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സിൻ്റെ വോൾട്ടേജ് നമ്മുടെ ഡാനിയൽ സെല്ലിൻ്റെ EMF ആയ 1.1 വോൾട്ട് ആയതുകൊണ്ടാണ് ഇതിലൂടെ കറണ്ട് ഫ്ലോയും ഇലക്ട്രോൺ ഫ്ലോയും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരു റിയാക്ഷനും നടക്കുന്നില്ല. അതായത് എക്സ്റ്റേണൽ വോൾട്ടേജും ഡാനിയൽ സെല്ലിൻ്റെ EMFഉം ഈക്വൽ ആകുമ്പോൾ ദർ ഈസ് നോ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് നോ ഫ്ലോ ഓഫ് കറണ്ട്. അടുത്തതായി നമ്മൾ ഈ വോൾട്ടേജ് സോഴ്സിൻ്റെ വോൾട്ടേജ് വർദ്ധിപ്പിക്കുകയാണ്. അതായത് 1.1 വോൾട്ടിനേക്കാൾ കൂട്ടുകയാണെങ്കിൽ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷനും ഇലക്ട്രോൺ ഫ്ലോയുടെ ഡയറക്ഷനും എന്താണ് സംഭവിക്കുക? ഇവിടെ കൂടിയ വോൾട്ടേജ് ഉള്ളത് എക്സ്റ്റേണൽ സോഴ്സിനാണ്, ഡാനിയൽ സെല്ലിന് കുറവാണ്. അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ നേരത്തെ നടന്നതിൻ്റെ നേരെ റിവേഴ്സ് ആയിട്ടാണ് നടക്കുക. അതായത് ഈ കോപ്പർ റോഡിൽ നിന്ന് സിങ്കിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ നടക്കുകയും കറണ്ട് ഫ്ലോ സിങ്ക് റോഡിൽ നിന്ന് കോപ്പറിലേക്ക് നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന റിയാക്ഷനും റിവേഴ്സ് ആവും. അതായത് ഈ സിങ്ക് ഉൾപ്പെടുന്ന ഹാഫ് സെല്ലിൽ Zn2+ ഡെപ്പോസിറ്റ് ചെയ്ത് Zn ആയി മാറുകയും കോപ്പർ ഉൾപ്പെടുന്ന ഹാഫ് സെല്ലിൽ Cu റോഡ് Cu2+ ആയി സൊല്യൂഷനിൽ പ്രവേശിക്കുകയും ചെയ്യും. അതായത് ഈ കേസിൽ ഡാനിയൽ സെൽ ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലായി ആക്ട് ചെയ്യും. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ദാറ്റ് ഈസ്, ഇഫ് എക്സ്റ്റേണൽ വോൾട്ടേജ് ഈസ് ലെസ് ദാൻ 1.1 വോൾട്ട്, ഇലക്ട്രോൺ ഫ്ലോ ഈസ് ഫ്രം സിങ്ക് റോഡ് ടു കോപ്പർ റോഡ് ആൻഡ് കറണ്ട് ഫ്ലോ ഈസ് ഫ്രം കോപ്പർ റോഡ് ടു സിങ്ക് റോഡ്. റിയാക്ഷൻസ് Zn gives Zn2+ plus 2 electron, Cu2+ plus 2 electron gives Cu. If external voltage is equal to 1.1 volt, there is no flow of electrons and current and there is no net cell reaction. If external voltage is greater than 1.1, electron flow is from copper to zinc and current flow is from zinc to copper.
reactions taking place at each electrode will be reversed, that is Zn2 plus 2 electron gives Zn, Cu gives Cu2 plus 2 electron. In first case, Daniell cell acts as an electrochemical cell. In third case, Daniell cell acts as an electrolytic cell. Now we pass on to next topic, that is calculation of equilibrium constant using Nernst equation. നിങ്ങൾ നേരത്തെ പഠിച്ച Nernst equation ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടെത്താം? നോർമൽ കേസിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഈ Nernst equation ഉപയോഗിച്ച് ഞാൻ ഇനി പറയാൻ പോകുന്ന വിധത്തിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ പറ്റി നിങ്ങൾ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ വിശദമായി പഠിച്ചിട്ടുണ്ട്. ഇക്വിലിബ്രിയം കണ്ടീഷനിൽ പ്രോഡക്ട്സിന്റെ മോളാർ കോൺസെൻട്രേഷനും റിയാക്റ്റൻസിന്റെ മോളാർ കോൺസെൻട്രേഷനും തമ്മിലുള്ള റേഷ്യോ ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയത്തിൽ അല്ലാതിരിക്കുമ്പോൾ ഈ പ്രോഡക്റ്റിന്റെ മോളാർ കോൺസെൻട്രേഷന്റെയും റിയാക്റ്റൻസിന്റെ മോളാർ കോൺസെൻട്രേഷന്റെയും റേഷ്യോനെ റിയാക്ഷൻ കോഷ്യന്റ് എന്നാണ് പറയുന്നത്. Reaction quotient is denoted as QC and equilibrium constant is denoted as Kc. At equilibrium, QC is equal to Kc. നമ്മളിപ്പോൾ ഡാനിയൽ സെല്ലിനെ പറ്റി പറഞ്ഞു. ഡാനിയൽ സെല്ലിലുള്ള മാക്സിമം EMF 1.1 വോൾട്ട് ആണ്. ഈ ഡാനിയൽ സെല്ലിൻ്റെ ഏറ്റവും വലിയൊരു ഡീമെറിറ്റ് അതിൻ്റെ വോൾട്ടേജ് ഓരോ സമയം കഴിയും തോറും കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. That is, it cannot maintain its constant voltage throughout its lifetime. അപ്പോൾ ഡാനിയൽ സെൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ വോൾട്ടേജ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. അതായത് ആ സമയത്ത് ആ സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ ആണെങ്കിൽ ഈ ആനോഡിക് ഹാഫ് സെല്ലിൽ Zn2+ അയോൺസിൻ്റെ അളവ് കൂടി വരും. അതേസമയം കാത്തോഡിക് ഹാഫ് സെല്ലിലാണെങ്കിൽ Cu2+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും. At a particular time, there will be no change in concentration of Zn2+ and Cu2+ ions. At that time, the voltmeter shows 0 reading. That indicates an equilibrium state. At the equilibrium state, we can write the cell reaction in the Daniell cell as Zn plus Cu2 plus reversible arrow Zn2+ plus Cu. As usual, we can write the expression for equilibrium constant for this reaction. Kc is equal to Zn2+ into Cu divided by Cu2+ into Zn. You know that while writing the expression of molar concentrations of pure solids and pure liquids are taken as unity. So in this case, molar concentration of Zn and Cu can be taken as unity. So, the expression for equilibrium constant Kc is equal to molar concentration of Zn2+ divided by Cu2+. ഇനി നമ്മൾ മുന്നേ പഠിച്ച Nernst equation for Daniell cell ഒന്ന് എടുത്തെഴുതാം. That is, E cell is equal to E0 cell minus 2.303 RT by NF log Zn2+ divided by Cu2+. ഞാൻ നേരത്തെ പറഞ്ഞു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ വോൾട്ട് മീറ്ററിൽ 0 റീഡിംഗ് കാണിക്കും. ആ വോൾട്ട് മീറ്ററിൽ 0 റീഡിംഗ് കാണിക്കുമെന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ ഏത് ടേം ആയിരിക്കും 0? E cell ആയിരിക്കും 0. So we can write the above equation as 0 is equal to E0 cell minus 2.303 RT by NF log Zn2+ divided by Cu2+. It can be written as E0 cell is equal to 2.303 RT by NF log Kc. You know that Zn2+ divided by Cu2+ is equal to Kc. So log Zn2+ divided by Cu2+ is written as log Kc. So E0 cell is equal to 2.303 RT by NF log Kc. By knowing the value of E0 cell, you can calculate the equilibrium constant. From the value of log Kc, we can calculate Kc by taking the anti-log.
at 298 Kelvin and substituting the value of R and F, the above equation can be modified as E0 cell is equal to 0.059 by n log Kc. For a Daniell cell, n is equal to 2 and E0 cell is equal to 1.1 volt. 1.1 is equal to 0.059 by 2 into log Kc. Log Kc is equal to 2 into 1.1 divided by 0.059. That is equal to 37.288. Therefore, we can calculate Kc from the value of log Kc, that is by taking the anti-log of 37.288, we will get the value of Kc as 2 into 10 raised to 37. Now we pass on to next topic, that is electrochemical cell and free energy of a reaction. What is meant by free energy? Thermodynamics നിങ്ങൾ പഠിച്ചതാണ്. It is the amount of energy that can be converted into useful work. ഒരു സിസ്റ്റത്തിന് ഉണ്ടാവുന്ന ഫ്രീ എനർജിയിലുള്ള കുറവ് അത് വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമെന്ന് നിങ്ങൾക്കറിയാം. ഫ്രീ എനർജി ഓഫ് എ റിയാക്ഷൻ ഈസ് ഡിനോട്ടഡ് ആസ് ഡെൽറ്റ ജി ആർ. ഒരു സെല്ലിനെ സംബന്ധിച്ചിടത്തോളം വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക്കൽ വർക്കാണ്. Then how can you calculate electrical work in 1 second? Electrical work in 1 second is the product of potential difference and charge passed through it. What is the potential difference? Potential difference is simply cell potential. What is the charge passed through it? Charge on n moles of electrons is equal to nf ആയിരിക്കും. അതാണ് ചാർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The decrease in free energy is equal to electrical work done by the system. You know that work done by a system is taken as negative. So, free energy change or free energy of a reaction is denoted as delta Gr. Electrical work done by the cell is denoted as minus NF E cell. So, we can write delta Gr is equal to minus NF E cell. You know that delta G is an extensive property, that is it depends on amount of matter. E cell is an intensive property, that is it does not depend on quantity of matter. If the value of n increases, delta G of reaction also increases. At standard condition, standard free energy change is denoted as delta G0R. And standard EMF for standard cell potential is denoted as E0 cell. So, delta G0R is equal to minus NF E0 cell. By knowing the value of E0 cell, we can calculate delta G0R, and by knowing the value of delta G0R, we can calculate the value of E0L. You know that E0 cell is equal to 2.303 RT by NF log Kc. We can substitute the expression of E0 cell in the above equation, that is delta G0R is equal to minus NF 2.303 RT by NF log Kc. NF and NF will cancel, so we will get delta G0R is equal to minus 2.303 RT log Kc. By knowing the value of delta G0R, we can calculate equilibrium constant, and by knowing the value of Kc, we can calculate delta G0R. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫങ്ഷനിങ് ഓഫ് എ സെൽ ഓൺ ദി ആപ്ലിക്കേഷൻ ഓഫ് ആൻ ഒപ്പോസിംഗ് എക്സ്റ്റേണൽ വോൾട്ടേജ്, calculation of equilibrium constant using Nernst equation, electrochemical cell and Gibbs energy of a reaction. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇലക്ട്രോകെമിസ്ട്രിയുടെ അടുത്ത ഭാഗവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.